So, hello everyone. നമുക്ക് elective subject ആയ മെഷീൻ ലേണിംഗില് ടോപ്പിക്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിന്റെ ബേസിക്സ് ഉണ്ട്, അതിന്റെ ടൈപ്സ് എന്താ എക്സാമ്പിൾ, പിന്നെ മെഷീൻ ലേണിംഗിന്റെ കുറച്ച് കീ വേർഡ്സ് ഉണ്ട്, അത് പഠിക്കാം. അതുപോലെ തന്നെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ഓവർ ഫിറ്റിംഗ്, കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞ കുറച്ച് പോർഷൻസ് ആണ് മെഷീൻ ലേണിംഗ് റിലേറ്റഡ്. പിന്നെ നിങ്ങൾ S2, S1, S3, S4 പഠിച്ച മാത്സിന്റെ കുറച്ച് റിവിഷൻ പോലെ നമുക്ക് എന്താ പറയാൻ പ്രോബബിലിറ്റി തിയറി, പിന്നെ ഗോഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടുള്ള നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് മെഷീൻ ലേണിംഗ് വരുന്നു എന്നുള്ളത് നോക്കാം. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്രോച്ച് പറയുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി റൂൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി റൂൾ എന്തായിരിക്കും, ഒരു ലോജിക് ആയിരിക്കും, അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ റൂളിനനുസരിച്ച് നമ്മൾ എന്താ പറയാൻ ഒരു പ്രോബ്ലം സോൾവ് ആവും. അതായത് ഞാനൊരു കണ്ടീഷൻ കൊടുക്കും, ഇപ്പം 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറയാൻ, പ്രിന്റ് എക്സ്. ഇങ്ങനെ ഇത് സിംപിളസ്റ്റ് സാധനമാണ്. ഇതിനേക്കാളും വലിയ വലിയ ലോജിക് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ ലോജിക് നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമർ ഇൻബിൽഡ് ആയിട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്ത് കൊടുക്കും. അതായത് ഇതിൽ എക്സിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യും, ഈ ലോജിക് വെച്ചിട്ട് എന്താ പറയാൻ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും. ഓക്കെ, നമ്മൾ പ്രോഗ്രാമർ ആണ് മാനുവലി കണ്ടീഷൻ ആയാലും റൂൾ ആയാലും ലോജിക്കലും പറയുന്നത്. സിസ്റ്റം എന്ത് ചെയ്യും, ജസ്റ്റ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഇതിൽ ഒരു ലേണിംഗ് ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്പാം ഡിറ്റക്ഷനിൽ, സാധാരണ പണ്ടത്തെ സ്പാം ഡിറ്റക്ഷനിൽ ഓഫർ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഇമെയിലില് ഓഫർ ഇല്ലെങ്കിൽ എന്താ പറയുക ലോട്ടറി എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ അങ്ങനത്തെ ഇമെയിൽസിന് എന്താകും, ഓട്ടോമാറ്റിക്കലി സ്പാം ഫോൾഡറിൽ പോകും. ഓക്കെ, ഇങ്ങനത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. സോ ഇതിന്റെ ക്യാരക്ടേഴ്സ് നമ്പർ റൂൾ ബേസ്ഡ് ആണ്. നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് വെച്ചാൽ റൂൾ ബേസ്ഡ് ആണ്. ലേണിംഗ് കേപ്പബിലിറ്റീസ് ഒന്നുമില്ല, ഹ്യൂമൻ എഫേർട്ട് ഉണ്ട്. ഹ്യൂമൻ ഈ ലോജിക്ക് ഫുള്ള് പറഞ്ഞു. അപ്പൊ ചെറിയ ചെറിയ പ്രോഗ്രാമിന് കുഴപ്പമില്ല, പക്ഷെ വലിയ വലിയ പ്രോഗ്രാമിന് അതൊക്കെ എന്താ പറയാൻ ഭയങ്കര പാടാണ്. ഇത് സിമ്പിളും ആണ്, വെൽ ഡിഫൈൻഡ് പ്രോബ്ലം. നമുക്ക് എല്ലാം നല്ലപോലെ ഡിഫൈൻഡ് ആയിരിക്കും, നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്ന് പറയാം. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഡേറ്റ മാത്രം എന്താ പറയാ നമ്മുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് കൊടുക്കും. അത് ആ ഡേറ്റയിൽ നിന്ന് അത് എന്ത് ചെയ്യും, പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് അത് തന്നെ സ്വന്തമായിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് തരും. പുതിയൊരു വാല്യൂ കൊടുക്കുമ്പം അതിന്റെ പഴയ കണ്ടുപിടിച്ച പാറ്റേണിൽ നിന്ന് അത് ഔട്ട്പുട്ട് തരും. ഇതിൽ എന്താ പറയാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിന്റെ എങ്ങനെ വരും, നമ്മൾ ഇൻപുട്ട് ഡേറ്റ ഉണ്ട്, ഔട്ട്പുട്ട് ഡേറ്റ. ഈ ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ട് ഡേറ്റയും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇത് ഔട്ട്പുട്ട് ലേബിൾസ് ആയിരിക്കും. അതെന്ത് ചെയ്യും, ഇതിൽ നിന്ന് പഠിച്ചെടുക്കും. ഓക്കെ, ലേൺ ചെയ്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ പുതിയ ഇൻപുട്ട് കൊടുക്കുമ്പം എന്ത് ചെയ്യും, ഈ മോഡലിന്റെ കൂടെ ചേർന്നിട്ട് അത് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ മെഷീൻ ലേണിംഗിൽ ചെയ്യുന്നത്. ഇതിൽ എന്താണ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി റൈറ്റ് ചെയ്യാതെ ഡേറ്റയും അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കും. അൽഗോരിതം എന്ത് ചെയ്യും, അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് നമ്മുടെ പുതിയ ഡേറ്റ വരുമ്പം ഓട്ടോമാറ്റിക്കലി അതിന് ആൻസർ പറയും. ഓക്കെ, സോ ഇതിൽ എക്സാമ്പിൾ സ്പാം ഡിറ്റക്ഷനിൽ ഞാൻ തൗസൻഡ്സ് ഓഫ് ഇമെയിൽ കൊടുക്കും. എന്താ പറയാ, തൗസൻഡ്സ് ഓഫ് ഇമെയിൽ കൊടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറയാം. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് ആദ്യം ഓരോ ഈ തൗസൻഡ്സിൽ സ്പാം ഏതാ നോൺ സ്പാം ഏതാ ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കും. അപ്പം ഈ പ്രോഗ്രാം എന്ത് ചെയ്യും, അതിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് പിന്നെ പുതിയൊരു ഇമെയിൽ കൊടുക്കുമ്പോൾ നേരത്തെ പഠിച്ചുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് അത് എന്താ പറയാ സ്പാം, ഇപ്പം കൊടുത്ത പുതിയത് സ്പാം ആണോ അല്ലേ നോക്കും. ഇത് ഡേറ്റ ഡ്രിവൺ ആണ്. നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ചിരിക്കും ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്തോളും, എക്സ്പീരിയൻസ് വെക്കുന്നവർക്ക് കൂടും, പിന്നെ കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ വിഷ്വൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിനെയും എഴുതിക്കുന്ന ശ്രദ്ധിച്ച് നോക്കണം. ഇത് നിങ്ങളുടെ ഡിഫറൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. സോ ഇത് കീ ഡിഫറൻസും അതുപോലെ തന്നെ മറ്റേ റൂൾ ബേസ്ഡ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ് ഡേറ്റ ഡ്രിവൻ ആണ്. ലോജിക്ക് ട്രഡീഷണൽ നമ്മൾ മാനുവൽ റിട്ടേൺ ആണ്, മറ്റേ ലേൺ ചെയ്താണ് എടുക്കുന്നത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഡേറ്റ റൂൾസ് ആണെങ്കിൽ മറ്റുള്ള ഡേറ്റ ലേബിൾസും ആണ്. ഔട്ട്പുട്ട് റിസൾട്ട് മറ്റേ ഒരു മോഡലായിരിക്കും. അഡാപ്റ്റബിലിറ്റി ട്രഡീഷണൽ ലോയും മറ്റേ ഹൈ ആണ്. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ട്രഡീഷണൽ പ്രോഗ്രാമിൽ ലിമിറ്റഡ്, മറ്റേത് ഹൈ ആണ്. ഇംപ്രൂവ്മെന്റ് നമ്മൾ മാനുവലി ചേഞ്ച് ചെയ്യണം, മറ്റേത് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ട്രഡീഷണൽ പ്രോഗ്രാം നമ്മുടെ പ്രോബ്ലം വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ, റൂൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കാൽക്കുലേറ്റർ ഒക്കെ. പക്ഷേ മെഷീൻ ലേണിംഗോ കോംപ്ലക്സ് പ്രോഗ്രാം പാറ്റേൺ ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അവിടത്തേക്ക് നമ്മൾ എന്താ പറയുക മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു. ഇനി എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്? മെഷീൻ ലേണിംഗിൽ നമുക്ക് മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ അതിന് കോറിലേറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കുന്നത് വെച്ചാൽ മെഷീൻ ലേണിംഗ് പഠിക്കും, AI പഠിക്കും, ഡീപ്പ് ലേണിംഗ് പഠിക്കും. നിങ്ങൾക്ക് ഏകദേശം ഉള്ളവർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും ഈ ടേംസ് ഒക്കെ എന്താണ്. ഓക്കെ, മെഷീൻ ലേണിംഗിൽ ഫസ്റ്റ് നമുക്ക് AI എന്താണ് പഠിക്കാം. AI എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഫീൽഡാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഫീൽഡാണ്. അതെന്താ, ഫീൽഡ് ഓഫ് ബിൽഡിംഗ് സിസ്റ്റം. നമ്മൾ സിസ്റ്റം ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ്. അതെന്ത് ടാസ്ക് ചെയ്യുന്നതാണ്, ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്യുന്ന, നമ്മുടെ ഹ്യൂമൻസ് തിങ്ക് ചെയ്യുന്ന പോലെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ
ആ തിങ്കിങ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വെച്ചാൽ അത് റീസൺ ചെയ്യും, ലേണിംഗ് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് ചെയ്യും, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ്സും നമുക്ക് എന്തോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് റൂൾ ബേസ്ഡ് ആവാം, ലേണിംഗ് ബേസ്ഡ് ആവാം, അതുപോലെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സിറി, അലക്സ അല്ലെങ്കിൽ ചെസ് പ്ലേയിങ് സിസ്റ്റം അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്ന മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു സബ്സെറ്റ് ആണ്, AI-യുടെ ഒരു സബ്സെറ്റ് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കൊടുത്തേക്കുന്ന കുറെ ഡേറ്റയിൽ നിന്ന് അത് ലേൺ ചെയ്തിട്ട് ഒരു മോഡൽ പ്രഡിക്റ്റ് ചെയ്യും. ആ മോഡൽ വെച്ചിട്ട് അതെന്ത് ചെയ്യും, റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ആ മോഡലിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഇതൊന്നും പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ ജസ്റ്റ് മോഡലിന്റെ പാരാമീറ്റേഴ്സ് എടുക്കുന്നു, അത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്ത് വാല്യൂസ് എടുക്കുക. ഇത് ഡേറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിക്കും, എക്സ്പീരിയൻസ് കൂടുന്നവർ ഇംപ്രൂവ് ആവും. അത് തന്നെ ട്രെയിനിങ് ഡേറ്റ ആണ്, നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറെ ഡേറ്റ വേണ്ടേ, ആ ഡേറ്റയും കൂടെ ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഓഫർ വരുന്നത് സ്പാം എന്നല്ലാണ്ട് നമ്മൾ ആദ്യമേ ആയിരക്കണക്കിന് മെയിൽസ് കൊടുത്തിട്ട് അത് ഏതൊക്കെ സ്പാം അല്ലാന്ന് കൊടുക്കും. നമ്മുടെ മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും, അതിൽ നിന്ന് പഠിച്ചെടുത്തോളും. ഓക്കെ, ഇത് കൂടുതലും സ്പാം ഡിറ്റക്ഷൻ, ഹൗസ് പ്രൈസ് ഡിറ്റക്ഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ഡീപ്പ് ലേണിംഗ് ഉണ്ട്. ഓക്കെ, ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ML-ന്റെ ഒരു സബ്ജക്റ്റ് ആണ്. AI-യുടെ സബ്സെറ്റ് ആണ് ML എങ്കിൽ ML-ന്റെ സബ്സെറ്റ് ആണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ML-നെ കുറച്ചും കൂടെ ഇൻഡെപ്ത് കോൺസെപ്റ്റ് ആണ്, അതായത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻസിലെ ബ്രെയിനിലുള്ള ന്യൂറോൺസിനെ പോലെ എന്താ പറയാ, ഇത് ബ്രെയിനിലെ ന്യൂറോൺസ് ഒക്കെ ഇതുപോലെ കുറെ നോഡ് വഴിയിട്ടായിരിക്കും ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. ഇങ്ങനെ മൾട്ടി ലെയർ, കുറെ ലെയേഴ്സ് കാണും. ഓക്കെ, അങ്ങനത്തെ കുറെ ലെയേഴ്സ് കൂടെ നമ്മൾ പാറ്റേൺ കണ്ടെത്തി കോംപ്ലക്സ് പാറ്റേൺസിനെയൊക്കെ കണ്ടെത്തി യൂസ് ചെയ്യുന്നതാണ് എന്താ പറയാ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബ്രെയിനിനെ ഇൻസ്പയർ ചെയ്താണ് ഓട്ടോമാറ്റിക്കലി ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ലാർജ് ഡേറ്റാ സെല്ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് റെക്കഗ്നിഷൻ, വോയിസ് റെക്കഗ്നിഷൻ, ഇങ്ങനത്തെ സെൽഫ് ഡ്രൈവിംഗ് ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് ഡീപ്പ് ലേണിംഗ് ആണ്. ഓക്കെ, ഇനി ഇത് മൂന്ന് തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ലൈക്ക് ഡീപ്പ് ലേണിംഗ് മെഷീൻ ലേണിംഗിന്റെ സബ്സെറ്റ് ആണ്, മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സ്കോപ്പ് AI ബ്രോഡാണ്, മെഷീൻ ലേണിംഗ് മീഡിയം ആണെങ്കിൽ ഡീപ്പ് ലേണിംഗ് നാരോ, ഒരെണ്ണത്തിനെ മാത്രം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെയാണ്. ഗോൾ എന്ന് പറയുമ്പോൾ AI-യുടെ ഒരു ഇന്റലിജൻസ് ബിഹേവിയർ കണ്ടുപിടിക്കുക, ML നമ്മൾ ഡേറ്റ അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് പാറ്റേൺസ് ലേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് രീതി ഹൈ, മറ്റേ AI ഹൈ ആണ്, മെഷീൻ ലേണിംഗ് മീഡിയം, മറ്റേ ലോ ആണ്. ഡേറ്റ റിക്വയർമെന്റ് ആർട്ടിഫിഷ്യൽ കുറച്ച് മതി, പക്ഷേ മെഷീൻ ലേണിംഗ് മറ്റേലും കൂടുതലാണ് വേണ്ടത്. ഫീച്ചർ എഞ്ചിനീയറിംഗ് ആയാലും നമ്മൾ മാനുവൽ, സെമി ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. പിന്നെ അൽഗോരിതംസ് എങ്ങനെയാണ്, AI ലോജിക് ആൻഡ് സെർച്ച് ആണ്, മറ്റേ റിഗ്രഷൻ ആൻഡ് ട്രീസ്, മറ്റേ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെഷീൻ ലേണിംഗിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് സ്പീച്ച് റെക്കഗ്നിഷൻ, നമ്മുടെ സ്പീച്ചിനെ റെക്കഗ്നൈസ് ചെയ്ത് വേർഡ്സിനെ കണ്ടെത്തി എന്താ പറയാൻ അത് ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത്, അത് വോയിസ് അസിസ്റ്റന്റ് ഒക്കെ യൂസ് ചെയ്യാൻ. ഇമേജ് റെക്കഗ്നിഷൻ, മറ്റേ AI ക്യാമറയിലൊക്കെ ഫോട്ടോയിൽ ഹെൽമെറ്റ് ഇല്ലാത്തത് അങ്ങനത്തേക്ക് വരാം. ഫേസ്, നമ്മുടെ ഫോണിലെ ഫേസ് ലോക്ക്. പിന്നെ റെക്കമെൻഡേഷൻസ്, നമുക്ക് നമ്മുടെ വ്യൂയിങ് പാറ്റേൺ വെച്ചിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമാസ് ഒക്കെ റെക്കമെൻഡ് ചെയ്തില്ലേ, അത് ഇല്ലെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യുന്നതിന്റെ ഇത്. ഇമെയിൽ ഫിൽറ്ററിങ് ഞാൻ പറഞ്ഞു. സെൽഫ് ഡ്രൈവിംഗ് കാർ, റോഡിനെ ഡിറ്റക്ട് ചെയ്ത് അടുത്തുള്ള ആൾക്കാരെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് വഴി കണ്ടുപിടിച്ച് പോകുന്നത്. പിന്നെ ചാറ്റ് ബോർഡ്സ്, നമുക്ക് ഓട്ടോമേറ്റഡ് ചാറ്റ് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്. പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ്, നമുക്ക് എന്താ പറയുക CT സ്കാൻസ് അതിന് ഫോട്ടോ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്താ പറയാൻ ഇപ്പോൾ ക്യാൻസർ ഉണ്ടോ ട്യൂമർ ഉണ്ടോ എന്നൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ട്രാഫിക് പ്രെഡിക്ഷൻ, ഒരു ക്യാമറ ഫുട്ടേജ് വെച്ചിട്ട് വണ്ടികളുടെ തിരക്കുണ്ടോ ഇല്ലെന്ന് വെച്ചിട്ട് ട്രാഫിക് ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ML ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ML നമുക്ക് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഡേറ്റ പഠിക്കുന്നതും എങ്ങനത്തെ ടൈപ്പ് ഡേറ്റയാണ് അതിന് അവൈലബിൾ എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു സൂപ്പർവൈസർ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, അതിന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ലേബിൾഡ് ഡേറ്റ സെറ്റ്. അതായത് ലേബിൾഡ് ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റയിൽ ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് X ഈക്വൽ ടു ഒരു ഇക്വേഷനിൽ എന്താ പറയാ മാപ്പിംഗ് ഉണ്ട്. Xനെ വൈയിലോട്ട് മാപ്പ് ചെയ്തേക്കാണ്. അപ്പൊ ഞാൻ 1000 ഡേറ്റ എടുക്കണമെങ്കിൽ അതിൽ ഏത് X ഏത് Y ആണെന്ന് നമ്മൾ ആദ്യമേ കൊടുത്തേക്കും. അതാണ് ലേബിൾഡ് ഡേറ്റ സെറ്റ്. അപ്പൊ ലേബിൾഡ് ഡേറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്യുന്ന മോഡലാണ് മെഷീൻ ലേണിംഗിലെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇൻപുട്ട് ഡേറ്റ പോയിന്റ്സ് നമുക്ക് ആദ്യമേ അതിനെ നോൺ ഔട്ട്പുട്ട് ഡേറ്റ പോയിന്റ്സ് ആയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതായത് ഇൻപുട്ടും ടാർഗറ്റും നമ്മൾ മാപ്പ് ചെയ്ത് വെക്കും. നമ്മുടെ അൽഗോരിതത്തിന്റെ ഗോൾ എന്താ, അല്ലെങ്കിൽ മോഡലിന്റെ ഗോൾ എന്തുവാ, ഇത് തമ്മിലുള്ള മാപ്പിംഗ്, ഇത് എങ്ങനെയാണ് മാപ്പ് ചെയ്തേക്കണമെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ഫ്യൂച്ചറിൽ ഞാൻ പുതിയൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ മാപ്പിംഗ് വെച്ചിട്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ, ഒരു ടീച്ചർ നമുക്ക് ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു കൊടുക്കുക, അത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ്.
ഓക്കെ, അതുകൊണ്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞത്. അതിന് ടൈപ്സ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, അതായത് കാറ്റഗറീസ് ആയിട്ട്, അതായത് യെസ് ഓർ നോ അല്ലെങ്കിൽ സ്പാം ഓർ നോട്ട്, ഇങ്ങനത്തെ രീതിയിൽ ക്ലാസിഫൈ ആക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. കാറ്റഗറിയിൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഒരു ന്യൂമറിക്കൽ വാരിയബിൾ, അതായത് ഹൗസിന്റെ എന്താ പറയാ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അതിന്റെ പ്രൈസ് പ്രഡിക്ഷൻ ആണെന്ന് വെച്ചോ. അപ്പൊ അത് ലേൺ ചെയ്തിട്ട് ഞാൻ 5 സ്ക്വയർ ഫീറ്റിന് എത്രയാണ് ഔട്ട്പുട്ട് എനിക്ക് ചിലപ്പം 1 lakh എന്ന് പറഞ്ഞ് തരയാണെങ്കിൽ ആ 1 lakh ഒരു ന്യൂമറിക് വാല്യൂ അല്ലേ. സോ ന്യൂമറസ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ് എന്ത് പറയുന്നത്, റിഗ്രഷൻ എന്ന് പറയുന്നത്. ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് പ്രഡിക്ഷൻ ഒക്കെ അതിൽ വരാം. ഓക്കെ, പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലേബൽ ഡേറ്റ യൂസ് ചെയ്യും, ആക്യുറസി കൂടുതലാണ്. കാരണം ഡേറ്റ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആക്യുറസി കൂടുതലാണ്, പിന്നെ കുറച്ച് എഫേർട്ട് എടുക്കണം ലേബൽ ഡേറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കിയോ, ഇൻപുട്ട് ഡേറ്റ കൊടുക്കുന്നു, അതിൽ നമ്മളെ സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കും ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൽഗോരിതം പഠിച്ചിട്ട് ഔട്ട്പുട്ട് എടുക്കും. ഓക്കെ, രണ്ടാമത്തെ നമ്പറിന് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ഇതിന് നേരെ തിരിച്ച്, നമുക്ക് ലേബിൾ ഡേറ്റ സെറ്റ് ഇല്ല, അൺലേബിൾഡ് ഡേറ്റ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഡേറ്റ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അതിൽ ഏത് ഔട്ട്പുട്ട് എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നു, ജസ്റ്റ് ഡേറ്റ പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ ഗോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ള ഡേറ്റയിൽ നിന്ന് എന്തെങ്കിലും ഹിഡൻ പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അത് തനിയെ കണ്ടുപിടിച്ചിട്ട് കുറച്ച് ഗ്രൂപ്പ്സ് ആക്കിയെടുക്കും. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്നത്. അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഡേറ്റാസിനെ ഒരുമിച്ചാക്കി ഒരു കൂട്ടമൊക്കെ. ഇപ്പൊ ഇത്രയും ഡേറ്റ ഉണ്ടെന്ന് വെച്ചാൽ ഇത് കുത്തുകുത്തൊക്കെ ഇടുന്ന ഡേറ്റ ആണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഡേറ്റാസിനെ എന്താ പറയാ പാറ്റേൺസ് കണ്ടുപിടിച്ച് അത് പഠിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. ഓക്കെ, അതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ കസ്റ്റമറിന്റെ ബിഹേവിയർ പാറ്റേൺസ് വെച്ച് കസ്റ്റമർ സെഗ്മെന്റേഷൻ, ലോ ഹൈ മീഡിയം സ്പെൻഡർ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ 2 വേരിയബിൾസ് തമ്മിലുള്ള മാപ്പിംഗ് അല്ലെങ്കിൽ റിലേഷൻ കണ്ടുപിടിക്കും. അതിന് ഫോർ എക്സാമ്പിൾ ബ്രെഡ് വാങ്ങിക്കുന്ന ഒരാള് ബട്ടറും കൂടെ വാങ്ങിക്കുന്നു എന്നാ ബ്രെഡും ബട്ടറും ഒരുമിച്ച് വെക്കാം എന്നുള്ള രീതിയിലൊക്കെ കണ്ടുപിടിക്കുന്നതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്താ പറയാ നമ്മുടെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് വരുന്നത്. ഇതിൽ എന്താ പറയാ എക്സാമ്പിൾസ് കണ്ടോ, ന്യൂ ആർട്ടിക്കിൾ ബൈ ടോപ്പിക്, പിന്നെ അതുപോലെ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്, ഇമേജ് സെഗ്മെന്റേഷൻ എന്ന് പറയും. പിന്നെ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ അൺലേബിൾ ഡേറ്റ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള അൺലേബിൾ ഡേറ്റ ആണ്. സോ അൺലേബിൾ ഡേറ്റ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർ സൂപ്പർവൈസിനേക്കാൾ ആക്യുറേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് റിയൽ വേൾഡ് എക്സാമ്പിൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലുണ്ട് എക്സാമ്പിൾ നോക്കൂ, ഇപ്പോൾ ആപ്പിൾ, ബനാന, മാംഗോ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതിന് പേര് നമ്മൾ കൊടുത്തിട്ടില്ല. അത് വെച്ചിട്ട് അത് സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് കണ്ടുവച്ചിട്ട് ഒരു ആപ്പിളിന്റെ ഒരു ഗ്രൂപ്പ്, ബനാനയുടെ ഒരു ഗ്രൂപ്പ്, മാംഗോയുടെ ഒരു ഗ്രൂപ്പ്, അതിന് പേര് അറിയത്തില്ല, ജസ്റ്റ് എന്താ പറയുക സിമിലർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അതെന്താ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ പഠിക്കാൻ പോവുകയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അടിച്ചു പഠിപ്പിക്കുന്നത് തന്നെ. നമ്മൾ പട്ടിക്ക് ലൈക്ക് എന്താ പറയാ ഒരു സിറ്റ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്സ് കൊടുക്കും അല്ലെ, അത് തെറ്റായിട്ടില്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് 2 അടി കൊടുക്കുമ്പോൾ അത് നേരെ ഇരിക്കാൻ നോക്കും. സോ അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ഏജന്റ്, അതിന്റെ എൻവയോൺമെന്റ്, ഇതാണ് അതിന്റെ ഏജന്റ് എങ്കിൽ, ഇത് ഏജന്റ് ആണെങ്കിൽ അതിന്റെ എൻവയോൺമെന്റിൽ ആക്ട് ചെയ്തുകൊണ്ട് എന്താ പറയാ ഈ ഏജന്റ് എന്ത് ചെയ്യും, ഒരു ആക്ഷൻ എടുക്കും. ആ ആക്ഷനിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് അടുത്ത ആക്ഷൻ എടുക്കും. അതാണ് ആ ഫീഡ്ബാക്ക്. ചിലപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ റിവാർഡും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ്. അതായത് പോസിറ്റീവ് എന്നാൽ ഇപ്പം ചെയ്യണ കറക്റ്റ് തന്നെ അതുപോലെ തന്നെ ചെയ്തു. പണിഷ്മെന്റ് ആണെങ്കിൽ ഇപ്പം ചെയ്ത തെറ്റാണ്, ഇനി അങ്ങനത്തെ ആക്ഷൻ എടുക്കല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് എന്താ പറയാ നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് കമ്പോണൻസ് നമ്മൾ ഒരു ഏജന്റ് കാണാം. അതാണ് ലേണർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. എൻവയോൺമെന്റ്, നമ്മുടെ ഏജന്റ് ആക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് കാണും, ഒരു ആക്ഷൻ, ഒരു ഏജന്റ് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് എടുക്കുന്ന ഒരു ആക്ഷൻ കാണും, റിവാർഡ് കാണും. എന്താ പറയാ ചിലപ്പം എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണെങ്കിൽ ഒരു റിവാർഡ് കാണും, പിന്നെ എന്താ പറയാ പണിഷ്മെന്റ് കാണും, പിന്നെ പോളിസി. ലൈക്ക് നമ്മുടെ ഏജന്റ് പോകുന്ന ആ ഒരു വഴി ഇല്ലെങ്കിൽ അത് എടുക്കുന്ന ആ ഏത് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് അതാണ് പോളിസി. ഫോർ എക്സാമ്പിൾ ചെസ് പ്ലേയിങ് ഏജന്റ് ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഒക്കെ വെച്ചിട്ടാണ്. നാവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ ഫോർ ഇത് കണ്ടോ, ഇതാ റോബോട്ട്, തീ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ അതിന് പോയിന്റ് കുറയ്ക്കും, തീ ഇല്ലാത്തടത്ത് പോയാണെങ്കിൽ പോയിന്റ് കൂട്ടും. അങ്ങനെ എന്താ പറയുക ഡയമണ്ടിലോട്ട് പോകുന്ന പോലെയാണ്. ഇത് ഇന്ററാക്ഷൻ വഴിയാണ് ലേൺ ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ്ലി ഒരു കറക്റ്റ് ആൻസർ ഒന്നും ഇല്ല. ലോങ് ടേം റിവാർഡ് ഒപ്റ്റിമൈസേഷൻ, നമ്മൾ ആദ്യമേ റിവാർഡ് കിട്ടുന്നില്ല, എൻഡ് വരെ നമുക്ക് റിവാർഡ് കിട്ടുന്നതാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നില്ല. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അൺലേബിൾ ഡേറ്റ ആണ്. അപ്പം ലക്ഷക്കണക്കിന് മില്യൺസ് ട്രില്യൺസ് ഓഫ് അൺലേബിൾ ഡേറ്റ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ പാർട്ടിനെ ഞാൻ ലേബൽ ചെയ്യും. ഇത്രയും ഡേറ്റ ആണെങ്കിൽ എന്താ പറയുക, ഇത്രയും ഡേറ്റ ആണെങ്കിൽ ചെറിയൊരു പാർട്ടിനെ ഞാൻ ലേബൽ ചെയ്യും, ബാക്കിയുള്ള പാർട്ടിനെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കും, അൺലേബിൾഡ് ആയിട്ട് തന്നെ ഇട്ടേക്കും. എന്നിട്ട് ആ ചെറിയൊരു പാർട്ട് വെച്ചൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ഞാൻ എവിടെ അൺലേബിൾഡ് പാർട്ടിൽ ആക്ട് ചെയ്യും. അതായത് നമ്മുടെ സൂപ്പർവൈസ്ഡും
അൺസൂപ്പർവൈസ്ഡ് ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ വേൾഡ് സിനാറിയിൽ ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, ടൈം കൂടുതൽ എടുക്കും, എല്ലാം ചെയ്യും. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് രണ്ടിന്റെ അഡ്വാൻറ്റേജിനെ കൊണ്ടുവരും, രണ്ടിന്റെ ഡിസഡ്വാൻറ്റേജിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് കുറെ ഇമേജസ് ഉണ്ട് ക്ലാസ്സിൽ, പക്ഷേ ലിമിറ്റഡ് നോളജ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇത് രണ്ടിന്റെ അഡ്വാൻറ്റേജിനെ കോമ്പൻ ചെയ്യും. ലേബലിംഗ് കോസ്റ്റ് പറയും, കാരണം ഒരുപാട് ലേബൽ ചെയ്യുന്ന കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ, ലേബൽ ചെയ്യുന്ന കോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, അത് പോകും. പിന്നെ അതുപോലെ തന്നെ മോഡൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ കുറച്ച് ലേബിൾ ഡേറ്റ വെച്ച് തന്നെ നമ്മുടെ മോഡൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. ഫിഗർ കണ്ടോ, ലേബിൾഡും അൺലേബിൾഡും ഉണ്ട്. ലേബിൾഡ് വെച്ച് മോഡൽ ഉണ്ടാക്കും, എന്നിട്ട് അത് വെച്ച് ട്രെയിൻ ചെയ്തിട്ട് ആ ഡേറ്റനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ. അതിൽ ടൈപ്സും കൂടെ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഇതിൽ ഈ ഫിഗറിൽ എന്താ പറയുക, അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ചെയ്തിട്ടുണ്ട്. മെഷീൻ ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ആണ് നെയ് ബയാസ്, ഡിസിഷൻ ട്രീ, സപ്പോർട്ട് വെക്ടർ, റാൻഡം ഫോറസ്റ്റ്, NK എന്ന് പറയും. റിഗ്രഷനിൽ ലീനിയർ റിഗ്രഷൻ, ന്യൂറൽ നെറ്റ്വർക്ക് റിഗ്രഷൻ, സപ്പോർട്ട് വെക്ടർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ റിഗ്രഷൻ, ലാസോ ആൻഡ് റിഡ്ജ് റിഗ്രഷൻ എന്ന് പറയും. അടുത്ത അൺസൂപ്പർവൈസ്ഡിൽ ക്ലസ്റ്ററിംഗും അസോസിയേഷൻ ഉണ്ട്. സെമി സൂപ്പർവൈസ്ഡിൽ ഡിസിഷൻ മേക്കിംഗ്. സോ ഇതൊക്കെയാണ് ജസ്റ്റ് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സൂപ്പർവൈസ്ഡ് എന്ന് ഞാൻ പറഞ്ഞ ലേബിൾഡ് ഡേറ്റാ സെറ്റ് ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ്, മറ്റൊരു അൺലേബിൾഡ് ഡേറ്റാ സെറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ലേബിൾഡിലാണെങ്കിൽ എന്താ പറയുക, ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് വെച്ചാൽ ലേബിൾഡ് ആണ്, അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. മറ്റേ അൺലേബിൾഡ് നമ്മൾ ഇൻപുട്ട് ഫീച്ചർ മാത്രമല്ല, ഔട്ട്പുട്ട് വേരിയബിൾ ഒന്നും ഇല്ല. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സൂപ്പർവൈസ് നമ്മൾ ഒരു മാപ്പിംഗ്, ഇൻപുട്ട് തൊട്ട് ഔട്ട്പുട്ട് വരെയുള്ള മാപ്പിംഗ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പ്രഡിക്ഷൻ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി. അൺസൂപ്പർവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാറ്റേൺസ്, റിലേഷൻഷിപ്പ്, ഗ്രൂപ്പിംഗ് നടത്തുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ. ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ മോഡൽ ഒരു ടീച്ചർ, അതായത് കറക്റ്റ് ഔട്ട്പുട്ട് ഏതാണെന്ന് അതിനറിയാം, അത് വെച്ചാൽ പഠിക്കുന്നത്. മറ്റത് എന്താ പറയുക, സൂപ്പർവൈഷൻ ഒന്നും ഇല്ലാതെ സ്ട്രക്ചറൊക്കെ കണ്ടുപിടിച്ചാൽ ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു പ്രെഡിക്റ്റഡ് വാല്യൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു കാറ്റഗറി ആയിരിക്കാം. മറ്റേ ക്ലസ്റ്റേഴ്സ്, അസോസിയേഷനിലേക്ക് ഡേറ്റ ഗ്രൂപ്പിംഗ് ആണ് അതിന്റെ ഔട്ട്പുട്ട്. ഇതിൽ ടൈപ്സ് ഓഫ് പ്രോബ്ലം വരുന്ന ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ആണെങ്കിൽ മറ്റേ ക്ലസ്റ്ററിംഗ് ആൻഡ് അസോസിയേഷൻ ആണ്. ഇതിന്റെ ഇവാലുവേഷൻ ചെയ്യുന്നത് ആക്യുറസി ഒക്കെ വെച്ചിട്ടാണെങ്കിൽ മറ്റേ ഇവാലുവേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ജനറലി ഹയർ ആക്യുറസിയാണ്, മറ്റേ ഹാർഡർ ആക്യുറസിയാണ്. കോംപ്ലക്സിറ്റി ഇതിൽ സൂപ്പർവൈസ്ഡ് സിംപ്ലർ ആണെങ്കിൽ മറ്റേതിൽ ഇച്ചിരി മോർ കോംപ്ലക്സ് ആണ് അതിന്റെ കോംപ്ലക്സിറ്റി. റിയൽ വേൾഡ് നമുക്ക് സ്പാം ആണോ അല്ലേ അങ്ങനത്തെ എക്സാം, മറ്റേ കസ്റ്റമർ ഗ്രൂപ്പിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിന്റെ അൽഗോരിതംസിന്റെ പേര്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിലബസിലെ ഫസ്റ്റ് ഒരു ഹെഡിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് മെഷീൻ ലേണിംഗ് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് ഡേറ്റാസ്, കുറച്ച് എന്താ പറയുക കീവേഡ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കീവേഡ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു വാല്യൂവിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഒരു ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ വാല്യൂസ് ആണ്. അതിനെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരു മെഷറബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡേറ്റ പോയിന്റ് ആണ്. അതായത് നമ്മുടെ മെഷീൻ ലേണിംഗിൽ യൂസ് ചെയ്യുന്ന മെഷീൻ ലേണിംഗ് മോഡലിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡേറ്റ പോയിന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ മെഷറബിൾ പ്രോപ്പർട്ടീനാണ് എന്ത് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വേരിയബിൾസ് ആണ്. നോർമലി ഫീച്ചർ നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ് ആണ്, അത് നമ്മുടെ മോഡൽ പ്രഡിക്ഷനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനെ നമുക്ക് എന്താ പറയാൻ, ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുക. ഞാൻ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ നെയിം, ഏജ്, ജെൻഡർ, ബ്ലഡ് പ്രഷർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഈ ഓരോ ഡീറ്റെയിൽസ് ആണ് എന്ത് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ക്ലാസ് അവസാനം ഒരു ലേബിളാണ്. ലൈക്ക് ഇപ്പൊ ഇത് എന്താ പറയുക, ഇങ്ങനെ കുറെ എന്താ പറയുക മെഡിക്കൽ ആയിട്ടുള്ള ഫീൽഡ് വെച്ചിട്ട് അവസാനം എന്താ പറയുക ഹെൽത്തി ഓർ നോട്ട് ഹെൽത്തി ആണെങ്കിൽ വെച്ചോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ അവസാനം ക്ലാസ് ലേബിൾസും അതിലുള്ള ഇതെല്ലാം ഈ ബാക്കിയുള്ള കോളംസ് ഒക്കെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇതിലെ എക്സാമ്പിൾ ഉണ്ട്. ഹാർട്ട് ഡിസീസ് ഉള്ള പേഴ്സണിലെ ഏജ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, സ്മോക്കിംഗ് ഹാബിറ്റ് ഒക്കെ വെച്ചിട്ട് അവസാനം ഹാർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഇനി അതിന്റെ എക്സാമ്പിൾ ഉണ്ടോ ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. അവസാന ലേബിളാണ് ഫീച്ചർ. ഇതിന്റെ അകത്ത് വരുന്ന വാല്യൂസിനെയൊക്കെ നമ്മൾ എന്ത് പറയും, ഒബ്സർവേഷൻസ് പറയും. ഓക്കെ, സോ കാർ പ്രഡിക്ഷൻ മോഡലിന് അതിന്റെ ഫീച്ചർ എന്തായിരിക്കും, ഇയർ, മോഡൽ, മൈലേജ്, ഫ്യൂൽ ടൈപ്പ്, ട്രാൻസ്മിഷൻ. ടാർഗറ്റ് എന്തായിരിക്കും, പ്രൈസ് കണ്ടുപിടിക്കാനായിരിക്കും. സ്റ്റുഡന്റ് പെർഫോമൻസ് അതുപോലെ തന്നെ. ഇമേജ് ഡേറ്റ അതുപോലൊക്കെ തന്നെ സെയിം ആണ്. ഇനി നമുക്ക് ഫീച്ചറിന്റെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നല്ലൊരു ഫീച്ചർ ആവണമെങ്കിൽ അതിന്റെ ക്യാരക്ടർ ഒന്നെന്ന് പറയുമ്പോൾ റെലവൻസ്. നമ്മുടെ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നമ്മുടെ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്താ പറയാ, ഇപ്പൊ ഹാർട്ട് പ്രഡിക്ഷന് വേണ്ടിയിട്ട് മുടിയുടെ ലെങ്ത് ആണ് ഞാൻ ഫീച്ചറായിട്ട് എടുക്കുന്നതെങ്കിൽ വല്ല റിലവൻസ് ഉണ്ടോ, ഇല്ല. സോ അങ്ങനെ റിലവൻ്റ് ഉള്ള ഫീച്ചർ മാത്രമേ എടുക്കാവുള്ളൂ. നമ്മുടെ പ്രോബ്ലത്തിന് റിലവൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എന്താ പറയാ, ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്ന് പറയുന്നത് വെച്ചാൽ ക്ലാസ്സുകൾ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫീച്ചറിന് ആ
ആ ഡിഫറെന്റ് ഇപ്പം ഡിസീസ് ഓർ നോട്ട് ഡിസീസ് എന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ രണ്ട് കാറ്റഗറി തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചർ ആയിരിക്കണം. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചർ ഡേറ്റയിൽ അക്രോസ് ചില കോളംസ് ഒക്കെ ഒന്നും കാണത്തില്ല, കോളം നമ്മൾ ഫിൽ ചെയ്യാറില്ല, അങ്ങനത്തെ വാല്യൂസ് അങ്ങനത്തെ ഉള്ളതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ഏകദേശം എല്ലാ ഡേറ്റാ പോയിന്റ്സിലും വരുന്ന രീതിയിലുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. പിന്നെ യുണീക്നെസ് എന്ന് പറയുന്നത് വെച്ചാൽ റിഡൻഡന്റ് ആവാൻ പാടില്ല. അതായത് എല്ലായിടത്തും ഒന്നില് എന്താ പറയാ ഒരു വേറൊരു ഫീച്ചറിന് ഡ്യൂപ്ലിക്കേറ്റ്, ഒന്നില് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ, അടുത്ത ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്, അടുത്ത ഹൈറ്റ് ഇൻ ഇഞ്ചസ് ആണെങ്കിൽ എല്ലാം സെയിം നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ എടുക്കാൻ പാടില്ല. പിന്നെ നോയ്സ്, ലൈക്ക് റാൻഡം വോയിസ് ഇല്ലെങ്കിൽ റാൻഡം നോയ്സസ് ഇല്ലെങ്കിൽ റാൻഡം വേരിയേഷൻസ് ഒന്നും വരുന്ന രീതിയിലുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഉള്ളത് ജനറലൈസേഷൻ ആണ്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡേറ്റയിൽ മാത്രമല്ല, നമ്മൾ റിയൽ വേൾഡിൽ അത് അപ്ലൈ ചെയ്യുമ്പം ആ ഡേറ്റയിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് നമ്മളൊരു നല്ലൊരു ഫീച്ചറിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. 6 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫീച്ചർ എഞ്ചിനീയറിംഗ്. ഓക്കെ. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം നമ്മുടെ ഉള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് ഉള്ള റോ ഡേറ്റ വെച്ചിട്ട് നമ്മുടെ പുതിയ ഫീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക, ഉള്ള ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ റോ ഡേറ്റയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലാം കാണും. സോ ആവശ്യമില്ലാത്തതിനെ എടുത്ത് മാറ്റുക, ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അതായത് ആവശ്യമുള്ള ഫീച്ചർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് ആവശ്യമുള്ളതിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കുക. അങ്ങനത്തതാണ് എന്താ പറയുക ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിന് 2 ടൈപ്സ് ഉണ്ട്, ഫീച്ചർ എക്സ്ട്രാക്ഷനും ഫീച്ചർ സെലക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ റോ ഡേറ്റേനെ ന്യൂ ഫീച്ചറായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരു എന്താ പറയാ ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് ഇന്ന് ഇയർ മന്ത് ഇത് എടുക്കുക, അല്ലെങ്കിൽ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ഇന്ന് ഏജ് എടുക്കുക, അങ്ങനെയൊക്കെ വരും. ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിലവന്റ് ആയിട്ടുള്ള ഡേറ്റാസ് മാത്രം എടുക്കുക, അതായത് ആവശ്യമുള്ള ഫീച്ചർ മാത്രം. ഇപ്പം ഒരു അസുഖം ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഒരു പേഴ്സണിന്റെ എന്താ പറയാ വീട്ടുപേര്, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേടണ്ടോ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ ആണെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം. സോ അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. സോ ഇതാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ്. അതിന്റെ 2 ടൈപ്സ്. ഇനി നമുക്ക് ഫീച്ചർ വെക്ടർ പഠിക്കാം. ഫീച്ചർ വെക്ടർ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ഓർഡർ ലിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് റെപ്രസെന്റിങ് ദ ഫീച്ചേഴ്സ് ഓഫ് എ സിംഗിൾ ഡേറ്റ പോയിന്റ്. അതായത് ഒരു ഡേറ്റ നമ്മൾ ഒരു ടേബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ടേബിളില് ഒരു റോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള ഓരോ ന്യൂമറിക്കൽ വാല്യൂസ് റെപ്രസെന്റിങ് ആ ഫീച്ചർ. ഇപ്പൊ ഇതിൽ ഞാൻ 10, 9, 11 എന്ന് വെച്ചോ. അപ്പൊ ഇതിന് എല്ലാം കൂടെ ചേർന്ന് ഒരു ലിസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10, 9, 11 എന്ന് പറഞ്ഞ് എടുക്കുന്ന ഇങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഫീച്ചർ വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂ റെപ്രസെന്റിങ് ഫീച്ചർ ഓഫ് എ സിംഗിൾ ഡേറ്റ പോയിന്റ് ആണ് നമ്മൾ എന്താ പറയുക ഫീച്ചർ വെക്ടർ എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗിൽ നമുക്ക് എന്താ പറയുക ന്യൂമറിക്കൽ ഇൻപുട്ട്, മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ കൂടുതലും ന്യൂമറിക്കൽ ഇൻപുട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരു ഫീച്ചർ ആയാലും കാറ്റഗറി 1 ആയാലും നമ്മൾ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഓർഡറിൽ എന്താ പറയുക ഫിക്സഡ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യണം. n ഫീച്ചർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇത് 3 ഫീച്ചറാണ് ഇങ്ങനെ, n ഫീച്ചർ ഉണ്ടെങ്കിൽ x ഈക്വൽ ടു x1, x2, x3 എക്സെട്ര xn എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. ഓരോ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫീച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും, ഫീച്ചറിന്റെ വാല്യൂനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നോക്കി ഞാൻ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അതിലെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫീച്ചർ സ്പേസ്. ഓക്കെ. ഫീച്ചർ സ്പേസ് എന്ന് പറയുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു n ഡയമെൻഷൻ സ്പേസ് ആണ്. ഓരോ ഡയമെൻഷനും ഓരോ ഫീച്ചറിനെ പറയും. അതായത് നമ്മുടെ എത്ര ഫീച്ചർ ഉണ്ടോ അത്രയും ഫീച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു n ഡയമെൻഷൻ സ്പേസ് ആണ് എന്താ പറയാ ഫീച്ചർ സ്പേസ് ആണ്. അതായത് ഒരു 2 വാല്യൂസ് മാത്രം, ഇപ്പം എക്സും വൈനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ 2 ഡയമെൻഷൻ വരയ്ക്കും. എക്സും വൈയും ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലോ 3 ഡയമെൻഷൻ വരയ്ക്കും. വീണ്ടും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഞാൻ അടുത്ത ഡയമെൻഷൻസ് ഒക്കെ വരയ്ക്കും. സോ അങ്ങനെ പോകുന്നതാണ് എന്ത് പറയുന്നത് വെക്ടർ സ്പേസ് അല്ലെങ്കിൽ ഫീച്ചർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഫീച്ചർ വെക്ടർ അതിന്റെ 3D സ്പേസ് ആണ്. 3D സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഓരോ സ്പേസിൽ വാല്യൂ, ഇപ്പം ഞാൻ 3 ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ ഓരോ വാല്യൂസ് എവിടെയൊക്കെ വരുമെന്ന് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നതാണ്. ഓക്കെ. ഓരോ ഫീച്ചർ ഒരു ആക്സിസ് ആയിരിക്കും, ഒരു പോയിന്റ് ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ പോയിന്റ് ആയിരിക്കും. ഓക്കെ. അതായത് ഇവിടെ ഞാൻ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിന് ഇത്ര ദൂരം, വൈ ആക്സിന് ഇത്ര ദൂരം, ഇസഡ് ആക്സിന് ഇത്ര ദൂരം എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഇവിടുത്തെ വാല്യൂ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ. സോ എക്സാമ്പിൾ ഞാൻ ഇപ്പം കാണിച്ചു തന്നെ, വേറെ ഇപ്പം ഒരു സ്റ്റുഡന്റ് എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഫീച്ചർ ഹവർ സ്റ്റഡിയും വേറെ ഫീച്ചർ ക്ലാസ് മിസ്ഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് 2 ഡയമെൻഷനിലാവും. ഇത് നമുക്ക് ഡേറ്റനെ വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്,
എന്താ പറയുക ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കോർ കോൺസെപ്റ്റ് അൽഗോരിതം ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഒരു കോർ കോൺസെപ്റ്റ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഒരു മെഡിക്കൽ ഇമേജ് ക്ലാസിഫിക്കേഷനിലെ ഫീച്ചറും ഫീച്ചർ എക്സൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. അതായത് റോ ഇമേജസ്, നമുക്ക് ഈ എക്സാമ്പിൾ നമ്മൾ റോ ഇമേജിന് നമ്മൾ എങ്ങനെ ഫീച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കും നോക്കാം. ഇതാണ് നമുക്ക് റോ ഇമേജ് എന്ന് പറയാം. ഓക്കെ, ഒരു മെഡിക്കൽ ട്യൂമറിന്റെ ഇമേജ് ഉണ്ട്. ക്ലാസ് എ എന്ന് പറയുന്ന ഇമേജ് എന്ന് പറയുമ്പോൾ നോൺ ക്യാൻസറസും ക്ലാസ് ബി എന്ന് പറയുന്ന ക്യാൻസർ ഉള്ളത്. അതായത് എ എന്ന് പറയുന്ന ക്യാൻസറും ബി എന്ന് പറയുന്ന ക്യാൻസർ ഇല്ലാത്തത്. ഓക്കെ, സോ ഇത് നമ്മുടെ ഗോൾ എന്ന് പറയുമ്പോൾ ഇമേജിനെ ക്ലാസിഫൈ ചെയ്യുക കറക്റ്റ് ആയിട്ട്. ഫസ്റ്റ് നമ്മൾ ഫീച്ചർ എക്സ്ട്രാക്ട് ചെയ്യുക. റോ ഇമേജിൽ നമ്മൾ കുറെ വാല്യൂസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചർ സെലക്ട് ചെയ്യുക. അതിൽ ഒന്നെന്ന് പറയുന്നത് റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഇമേജിൽ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇതൊന്നും ആവശ്യമില്ലാത്ത. സോ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതായിരിക്കും. ആ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. ഇവിടെ ഇന്റൻസിറ്റി ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ട്യൂമർ ഉള്ളിടത്ത് ചിലപ്പം ഇങ്ങനെ ഒരു ബൾജ് കൂടുതലായിരിക്കും, കട്ടിക്ക് ഇങ്ങനെയാണ്, ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും. സോ ഈ ഒരു ഇന്റൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഈ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താ പറയാൻ ഓരോ ഫീച്ചറിനെ റെപ്രസെന്റ് ചെയ്യും. ഒന്നെന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ ആണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയാൻ ഇപ്പം ഇതിൽ ഓരോ വാല്യൂസ് x1 എന്ന് പറയുമ്പോൾ മീനും x2 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വെച്ച് നമ്മൾ ഫീച്ചറിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഫീച്ചർ സ്പേസ് വയ്ക്കുമ്പോഴോ ഇങ്ങനെ വരയ്ക്കും, എക്സും വൈയും. അതിൽ ഇവിടെ വരുന്ന ക്ലാസ് എ, അതായത് ക്യാൻസർ ഇല്ല, ആ ഒരു വരയ്ക്ക് മണ്ടയിൽ പോകുന്നത് ക്യാൻസർ ഉള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഈച്ച് പോയിന്റ് ഒരു പോയിന്റിന്റെ ഇമേജ് ആയിരിക്കും. പിന്നെ എന്താ പറയുക നമ്മൾ ഇത് ഫീച്ചർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിഫയറിനെ ഡിസൈൻ ചെയ്യാം. നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു എന്താ പറയുക ഈ ഇമേജിനെ വെച്ചിട്ട് നമ്മൾ ഈ ഫീച്ചർ വെക്ടർ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫയറിനെ ഉണ്ടാക്കുക. ക്ലാസിഫയർ ആണ് ഈ ഡിസ്റ്റൻസ് ബൗണ്ടറി, ഈ ഒരു ബൗണ്ടറി ഇല്ലേ, ഈ ഒരു ബൗണ്ടറി ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്താ പറയുന്നത് ഫീച്ചർ സ്പേസിനെ നമ്മളെ ഉള്ള റീജിയൻ എന്ന് പറയുന്നത് ക്യാൻസർ ഉള്ള റീജിയൻ ആണോ അല്ല ബാക്കിയുള്ള റീജിയൻ ആണോ നോക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡിസ്റ്റൻസ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ ഇപ്പോൾ സെൻസർ എടുക്കുക, ഫീച്ചർ ജനറേറ്റ് ചെയ്യും, ഫീച്ചർ സെലക്ട് ചെയ്യും, ക്ലാസിഫയർ ഡിസൈൻ ചെയ്തിട്ട് സിസ്റ്റം ഇവാലുവേഷൻ നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എത്രത്തോളം നല്ലതാണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ട്രെയിനിങ് പാറ്റേൺസ് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് ലേബിൾസ് ഒക്കെ അറിയായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ലൈൻ ഓർ കർവ് ദാറ്റ് സെപ്പറേറ്റ് ഡിഫറെന്റ് ക്ലാസ്. രണ്ട് ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ ഓർ ബൗണ്ടറി ആയിരിക്കും. ക്ലാസിഫയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അൽഗോരിതം ബേസ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് ഡേറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അതിന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാ സെറ്റ്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റിനെ ഫുള്ള് അതുപോലെ നമ്മൾ എന്താ പറയാ പഠിപ്പിക്കത്തില്ല. അതിന് പകരം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പകുതിനെ നമ്മൾ പഠിപ്പിക്കും. പകുതിയല്ല, ഒരു 80% നമ്മൾ പഠിപ്പിക്കാൻ എടുക്കും. 20% പഠിപ്പിച്ചതിനെ ടെസ്റ്റ് ചെയ്യാം, പഠിപ്പിച്ച് കിട്ടുന്ന മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഓക്കെ, സോ അതെന്തുകൊണ്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നോർമലി ഒരു സിംഗിൾ ഡേറ്റാ സെറ്റിന് നമ്മൾ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഇത് ചെയ്തിട്ട് ലേണിംഗ് കറക്റ്റ് ആയിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഓവർ ഫിറ്റ്. അതായത് ഞാനൊരു പട്ടിയുടെയും പൂച്ച ഏതാ ആണോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ട് പൂച്ചയുടെ പടം കൊടുത്തിട്ട് സൈഡിൽ ഒരു മരം ഉള്ളതാണ് കുറെ കൊടുക്കണമെങ്കിൽ, പിന്നീട് ആ മരം ഇല്ലെങ്കിൽ മരം ഇല്ലാത്ത ഒരു പൂച്ചയുടെ ഫോട്ടോ കൊടുത്താൽ അത് പൂച്ച എന്ന് അത് ഐഡന്റിഫൈ ചെയ്യത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ, അതായത് ഓവർ ഫിറ്റ് ആവാതിരിക്കാൻ, ഇല്ലെങ്കിൽ അൺസീൻ ഡേറ്റിൽ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് സെറ്റ്, വാലിഡേഷൻ ഡേറ്റാ സെറ്റ് ആൻഡ് ടെസ്റ്റ് ഡേറ്റാ സെറ്റ് എന്നാണ്. ഓക്കെ, ട്രെയിനിങ്, വാലിഡേഷൻ, ടെസ്റ്റിങ്. ഓക്കെ, സോ ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മെഷീൻ ഈ ഡേറ്റാ സെറ്റ്, നമ്മൾ ഇത്രയും ഡേറ്റ ഉണ്ടെങ്കിൽ ഓരോന്നും ഓരോ പാർട്ടായിരിക്കും. അതിൽ ട്രെയിനിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മോഡലിന് ലേണിംഗിന് വേണ്ടി കൊടുക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്നാണ് എന്താ പറയുക റിലേഷൻഷിപ്പും, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്, പാരാമീറ്റേഴ്സിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇറർ കുറയ്ക്കാൻ വേണ്ടി മാക്സിമം ഇവിടെയാണ് നോക്കുന്നത്. ഓക്കെ, ഇത് ലേണിംഗ് ഫേസ് ആണ്. ഓക്കെ, 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 700 എന്താ പറയുക ട്രെയിനിങ്ങിൽ എടുക്കുകയാണെങ്കിൽ 1000 സ്റ്റുഡൻസിൽ 700 ട്രെയിനിങ്ങിലാണെങ്കിൽ അതിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിപ്പിക്കും. ടാർഗറ്റ് എക്സാം സ്കോർ എത്ര കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത് നോക്കും. ഇതാണ് ലാർജസ്റ്റ് പോർഷൻ. ഏറ്റവും കൂടുതൽ ഇവിടെ ട്രെയിനിങ്ങിലാണ് വരുന്നത്. ഇത് മോഡൽ ബിൽഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. റിയൽ വേൾഡ് ഡേറ്റ യൂസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് വാലിഡേഷൻ സെറ്റ് ആണ്. ഓക്കെ, വാലിഡേഷൻ സെറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് സമയത്ത്, അതായത് ട്രെയിനിങ് സമയത്ത് നമ്മുടെ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ വരുന്ന കുറെ പാരാമീറ്റേഴ്സ് വരും. അതായത് നമുക്കൊരു ഫോർമുലയിൽ ഇനി അങ്ങോട്ട് പഠിക്കുന്നാലും y = mx + b എന്നുള്ള രീതിയിലായിരിക്കും. x എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വാല്യൂസ്, y എന്ന് പറയുന്നത് ഒരു 2 വേരിയബിൾ മാത്രം വരെയാണെങ്കിൽ, എക്സും y എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രം വരെയാണ് വരുന്നതാണ്. അപ്പൊ ഈ എമ്മിന്റെയും ബിയുടെയും വാല്യൂസ് ഒന്ന് മാറ്റി ഇട്ടായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി
ആ സമയത്ത് നമ്മൾ ഈ വാലിഡേഷൻ ഡേറ്റ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ എമ്മിന്റെയും ബിയുടെയും വാല്യൂ ഒക്കെ മാറ്റുന്നത്. അതാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മോഡൽ ഈ വാലിഡേഷൻ ഡേറ്റ സെറ്റ് ഇത് ചെയ്യും, അതിൽ നിന്ന് കുറെ ബെസ്റ്റ് മോഡൽ ചൂസ് ഹെൽപ്പ് ചെയ്യും, പാരാമീറ്റേഴ്സ് ട്യൂൺ ചെയ്യാനും ഓർ ഫിറ്റിംഗ് ചെയ്യാനും ഇത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ 1000 150 എന്തായിരിക്കും വാലിഡേഷൻ ആയിരിക്കും. ഓക്കെ, പ്രോസസ്സിൽ ട്രെയിൻ ചെയ്തിട്ട് മോഡൽ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് പാരാമീറ്റേഴ്സ് വീണ്ടും മാറ്റിയിട്ട് വീണ്ടും ഇത് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെസ്റ്റ് ഡേറ്റ സെറ്റ്. ഇത് ഫൈനൽ പെർഫോമൻസ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് തരുന്ന ഒരു ഔട്ട്പുട്ട് മോഡലുണ്ട്. ഓക്കെ, ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് മോഡലുണ്ട്. ആ മോഡലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയാൻ ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മോഡൽ ഫുള്ളി ട്രെയിൻ ചെയ്ത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അൺസീൻ ഡേറ്റ, ഇത് ഇത്രയും കണ്ടു കഴിഞ്ഞു, ഇത് കണ്ടിട്ടില്ല, ആ ഡേറ്റനെ വെച്ചിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പം റിയൽ വേൾഡ് പ്രോബ്ലത്തിൽ ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്, നമ്മൾ ചിലപ്പോൾ റിയൽ വേൾഡിൽ ഇതുവരെയും കാണാത്ത വാല്യൂസ് ആയിരിക്കും നമ്മൾ ആ മോഡൽ വരാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നോക്കുക. ആ ടെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ മോഡൽ കറക്റ്റ് ആണ്, നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫൈനൽ ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ബാക്കി 700 ട്രെയിനിങ് ആയി, 150 ആയി, ബാക്കി 150 ഉണ്ട്. ഇത്രയും വെച്ച് ചെയ്തിട്ട് ബാക്കി വരുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ മോഡൽ കറക്റ്റ് ആണോ ഇല്ല എന്നൊക്കെ നോക്കുന്നത്. സോ അതിന്റെ ഓവറോൾ വർക്ക് ഫ്ലോ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ കണ്ടോ, ഡേറ്റേനെ ട്രെയിനിങ്ങും ടെസ്റ്റും ആക്കും. ട്രെയിനിങ്ങിന് വാലിഡേഷൻ ഡേറ്റ വെച്ച് നമ്മൾ മോഡൽ ഇവാലുവേഷൻ ചെയ്യും, ട്രെയിനിങ് മോഡൽ എന്നുള്ള മോഡൽ ട്രെയിനിങ് സെലക്ട് മോഡൽ അതിനെ ട്യൂൺ ചെയ്തിട്ടൊക്കെ വയ്ക്കും. ടെസ്റ്റ് ഡേറ്റ വീണ്ടും എടുത്ത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഡിഫറൻസ് ഓരോന്നില്ല. ട്രെയിനിങ് സെറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്, മോഡൽ ട്രെയിൻ ചെയ്യാൻ, മറ്റേ വാലിഡേഷൻ ട്യൂണിങ് ആൻഡ് ഇംപ്രൂവ് ആണ്. ടെസ്റ്റ് ഡേറ്റ സെറ്റ് ഫൈനൽ ഇവാലുവേഷൻ വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് യൂസ് ചെയ്യോ, ട്രെയിനിങ് സെറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മറ്റൊന്നും യൂസ് ചെയ്തില്ല. ട്യൂണിങ്ങിന് രണ്ടാമത് വാലിഡേഷൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ടെസ്റ്റിങ്ങിന് ഫൈനൽ ഇവാലുവേഷന് ടെസ്റ്റ് ഡേറ്റ സെറ്റ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഡേറ്റ ട്രെയിനിങ്ങിൽ മോഡൽ ഫുള്ള് കാണും, വാലിഡേഷൻ പാർഷ്യലി കാണും, മറ്റത് കംപ്ലീറ്റ്ലി അൺസീൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യും, എന്തൊഴികെ ടെസ്റ്റ് ഡേറ്റ സെറ്റ് ഒഴികെ. ഓക്കെ, ഇത് ഓവർ സെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ നോർമലി 70% ട്രെയിനിങ്ങും 15 വീതം വാലിഡേഷൻ ടെസ്റ്റിംഗ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 80 10 10 അങ്ങനത്തെ രീതി ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയാ, ടാർഗറ്റ് വേരിയബിൾ എന്താണ്, നമ്മുടെ അടുത്ത കീവേഡായ ടാർഗറ്റ് വേരിയബിൾ. ഓക്കെ, ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്പുട്ട് വേരിയബിൾ ഓഫ് എ മെഷീൻ ലേണിംഗ് മോഡലാണ്. മെഷീൻ ലേണിംഗ് മോഡലിന്റെ ഔട്ട്പുട്ട് ആണ് ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നത് ആ പ്രെഡിക്റ്റ് ചെയ്യുന്ന വേരിയബിൾ ആണ്, ആ എന്താണോ നമ്മളൊരു മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നത് ആ പ്രെഡിക്റ്റ് ചെയ്ത വേരിയബിൾ ആണ് ടാർഗറ്റ് വേരിയബിൾ ആണ്. അതിന് വേറൊരു പേരാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. കാരണം എന്തുവാ, അത് ഇൻപുട്ട് ഫീച്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇല്ല, അഥവാ ലേബിൾ ഇല്ലെങ്കിൽ റെസ്പോൺസ് വേരിയബിൾ നമുക്ക് പറയാം. ഓക്കെ, മെഷീൻ ലേണിംഗിൽ നമ്മൾ ഡേറ്റയെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫീച്ചേഴ്സ്, അതായത് ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ഇതാണ് പ്രഡിക്ഷന് വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞാൽ ടാർഗറ്റ്, അതായത് ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂ, ഇല്ലെങ്കിൽ വാട്ട് വി വാണ്ട് ടു പ്രെഡിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ മോഡൽ എന്ത് ചെയ്യും, y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നോക്കും. വൈനെ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് മാപ്പ് ചെയ്യാൻ നോക്കും. ഓക്കെ, എക്സ് എന്ന് പറയുമ്പോൾ ഫീച്ചർ സെറ്റ് ഓഫ് ഇൻപുട്സും ഔട്ട്പുട്ട് നമ്മൾ y എന്ന് പറയുമ്പോൾ ടാർഗറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ഹൗസ് പ്രഡിക്ഷനിൽ നമുക്ക് ഫീച്ചേഴ്സ് ഏരിയ, ലൊക്കേഷൻ, നമ്പർ ഓഫ് റൂംസ് ആണെങ്കിൽ ടാർഗറ്റ് എന്തായിരിക്കും, പ്രൈസ്. ഇമെയിലും എന്താ പറയുക, സ്പാം ആണോ നോട്ട് സ്പാം ആണോ, സ്റ്റുഡന്റ് പെർഫോമൻസിൽ മാർക്ക് ആവും, മെഡിക്കൽ ഡയഗ്നോസിൽ ഡിസീസ് പോസിറ്റീവ് ആണോ അല്ലയോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഇനി ഇതിന്റെ ടൈപ്സ് ഉണ്ട്, 2 തരമുണ്ട്. കാറ്റഗറിയിൽ, അഥവാ ക്ലാസിഫിക്കേഷൻ, കണ്ടിന്യൂസ് അഥവാ റിഗ്രഷൻ. കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാറ്റഗറിയിൽ അത് ഫീമെയിൽ ആണോ മെയിൽ ആണോ, യെസ് ആണോ നോ ആണോ, സ്പാം ആണോ നോട്ട് സ്പാം ആണോ, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസിൽ പെടുന്നതാണ് കാറ്റഗറിയൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ. കണ്ടിന്യൂസ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ, പ്രൈസ്, ടെമ്പറേച്ചർ, ഇങ്ങനെയൊക്കെ വരുന്നത്. ഈ ടാർഗറ്റ് വേരിയബിൾ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടാർഗറ്റിന്റെ വേരിയബിളിന്റെ ടൈപ്പ് അനുസരിച്ച് നമ്മൾ പ്രോബ്ലം എന്താണെന്ന് പറയാൻ പറ്റും. അതായത് എന്തെങ്കിലും കാറ്റഗറീസ് ആണെങ്കിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയാം, എന്തെങ്കിലും വാല്യൂസ് ആണെങ്കിൽ റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, പിന്നെ മോഡൽ ലേണിങ്ങിനെ ഗൈഡ് ചെയ്യുക. അതായത് ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് ഇല്ലേ, അതിനെയും ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് വേണം. അത് വെച്ചിട്ട് നമുക്ക് മോഡലിനെ ഗൈഡ് ചെയ്യാം. നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ടിലോട്ടാണോ നമ്മുടെ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കും. അത് വെച്ച് നമുക്ക് എന്താ പറയാ, നമ്മുടെ മോഡലിനെ ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മോഡൽ ഇവാലുവേഷൻ, നമ്മൾ ഇവാലുവേഷൻ സമയത്തിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ട് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെച്ചിട്ട് എന്താ പറയാ, നമുക്ക് മോഡൽ ഇവാലുവേറ്റ് ചെയ്യാം. നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യും, ഒന്നും കൂടെ മോഡൽ ട്രെയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അൽഗോരിതം ചോയ്സ്, ലൈക്ക് ടാർഗറ്റ് ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ, ഞാൻ പറഞ്ഞ കാറ്റഗറിയൽ ടാർഗറ്റ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്, അല്ല ന്യൂമറസ് ആണെങ്കിൽ റിഗ്രഷൻ ആണ്. പിന്നെ പ്രെഡിക്ഷന് വേണ്ടി
അൾട്ടിമേറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അൺസീൻ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ കണ്ടുപിടിക്കാനാണ്. പിന്നെ ഫീച്ചർ സെലക്ഷൻ, നമ്മുടെ ആ ടാർഗറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്താ പറയുക ബാക്കി നമ്മൾ ഏതൊക്കെ ഫീച്ചർ വേണമെന്നൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ കണ്ടോ, ഇതൊരു സ്റ്റുഡൻറ് ഡേറ്റാ സെറ്റ് ആണ്. അറ്റൻഡൻസ് വെച്ചിട്ട് മാർക്ക്, സ്റ്റഡി അവേഴ്സും അറ്റൻഡൻസ് വെച്ച് മാർക്ക്, അതിൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മാർക്കാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ ജസ്റ്റ് പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ എടുത്ത് പറയാനാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ്. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഡൈമെൻഷൻസ് ഓഫ് എ ഗിവൺ ഡേറ്റ, അതായത് നമുക്ക് തന്നേക്കുന്ന ഡേറ്റയിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫീച്ചേഴ്സിന്റെ എണ്ണത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താ പറയുക ഈ ഡൈമെൻഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ ഫീച്ചേഴ്സ് ഓരോ ഡൈമെൻഷനായിട്ട് വരും. അപ്പൊ നമ്പർ ഓഫ് ഡൈമെൻഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് റെഡ്യൂസിങ് ദ ഡൈമെൻഷൻ ഓഫ് റോ ഡേറ്റ ബൈ എന്തൊക്കെ ട്രാൻസ്ഫോമിംഗ് ഇറ്റ് ഇൻടു സ്മോളർ സെറ്റ് ഓഫ് മീനിങ്ഫുൾ ഫീച്ചർ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചുകൊണ്ട് ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ളതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതിനാണ് ബൈ പ്രിസർവിങ് ഇൻഫർമേഷൻ. ആവശ്യമുള്ള കാര്യങ്ങൾ പ്രിസർവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, റോ ഡേറ്റേനെ നമ്മൾ എന്താ പറയുക മാനേജബിൾ ഫീച്ചർ റെപ്രസെന്റേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക അതിൽ നിന്നായിരിക്കും ലേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അതിനെ നമ്മൾ നോർമലി റോ ഡേറ്റേനെ എന്താ പറയുക പ്രീ പ്രോസസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ആവശ്യമുള്ള ഫീച്ചറിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസിഫയറിലോട്ടോ റിഗ്രസറിലോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താ പറയുക ഒരു മോഡൽ നടക്കുന്നതിൻ്റെ ഒരു ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഒക്കെ എവിടെ നടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫിഗർ ആണ്, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പൈപ്പ് ലൈൻ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് റോ ഡേറ്റ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ഡേറ്റ, അതിൽ പ്രീ പ്രോസസിംഗ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫീച്ചർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഡൈമെൻഷനാലിറ്റി കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ക്ലാസിഫയറിൽ ഇടും. ഓക്കെ, സോ ഇതിലൊരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചർ ഞാൻ പറഞ്ഞു, എഫ് എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn നമ്പർ ഓഫ് ഇത് വെച്ചിട്ടിരിക്കും. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീച്ചേഴ്സ്, എഫ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഫീച്ചർ സെറ്റ്, xi എന്ന് പറയുമ്പോൾ ഒരു ഫീച്ചർ. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എഫ് ഈക്വൽ ടു എഫ് ഡാഷ് അല്ലെങ്കിൽ എഫ് ഗീവ്സ് എഫ് ഡാഷ് ആക്കുക. അതായത് എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ന്യൂ ഫീച്ചർ വിത്ത് ലോവർ, ഇതിന്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ഇതിന്റെ ഡയമെൻഷൻ n ഡാഷ് ലെസ് ദാൻ n ആയിരിക്കണം. ഓക്കെ, നമ്മൾ എന്താ പറയാ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഹയർ ഡയമെൻഷൻ ഡേറ്റിനെ സ്മോളർ ബെറ്റർ റെപ്രസെന്റേഷനോട് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അതെന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ആണ്. അതായത് ഇത് പറയുന്നത് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ഫീച്ചർ വേരിയബിൾ. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊജക്ഷൻ വെയിറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വാല്യൂ ആയിരിക്കാം. ഓക്കെ, ഡബ്ല്യു ട്രാൻസ്ഫോർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ട്രാൻസ്ഫോർ ഒരു മാട്രിക്സ് ആയിരിക്കും. ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂ ഫീച്ചർ, അതായത് ഞാൻ പറഞ്ഞു ഇത് ഫീച്ചർ സെലക്ഷനിലാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ഉള്ള ഫീച്ചറിനെ ട്രാൻസ്ഫോം ചെയ്ത് ഒരു പുതിയ വാല്യൂ ആക്കണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഇൻപുട്ട് വാല്യൂ, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷന്റെ ട്രാൻസ്പോസ്, ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ഫീച്ചറിന്റെ വാല്യൂ. സോ അതിന് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന ഫോമാണ്. ഓരോ ഫീച്ചറും അതിന്റെ ഒറിജിനൽ വാല്യൂസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനായി മാറും. ഓക്കെ, നമ്മൾ എക്സ്ട്രാ ഫീച്ചർ ചെയ്യുന്ന ഒന്ന് അൺകോറിലേറ്റഡ് ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. അതായത് സെയിം ഫീച്ചർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. ഹൈ വേരിയൻസ്, അതായത് നമ്മുടെ മാക്സിമം ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, അതായത് ചെറിയ ചേഞ്ച് ആ ഫീച്ചറിൽ വന്നാലും നമ്മുടെ ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ക്യാപ്ചർ ആക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? സോ ഇത് എന്തുകൊണ്ട് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, റിഡൻഡന്റ് അതായത് സെയിം ആയിട്ടുള്ള ഡേറ്റ എടുത്ത് കളയാൻ പറ്റും, ലേണിംഗ് എഫിഷ്യൻസി കൂട്ടും, അതുപോലെ തന്നെ ജനറലൈസേഷൻ നമുക്ക് പുതിയ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ വാല്യൂ വരുമ്പോൾ അതിൽ യൂസ്ഫുൾ ആവും. പിന്നെ മോഡൽ ഉണ്ടാക്കുന്ന സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ആ ഫീച്ചർ എഞ്ചിനീയറിംഗിൽ ഒരു ടെക്നിക്കാണ് ഡയമെൻഷണൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിനുള്ള ടെക്നിക്സ് ഒന്ന് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ടെക്നിക്, അതായത് പുതിയ ന്യൂ ഫീച്ചേഴ്സിനെ എന്താ പറയുക പുതിയ ഫീച്ചേഴ്സിനെ പഴയതിന് ട്രാൻസ്ഫോം ചെയ്തെടുക്കുക. അതിൽ വരുന്നതാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, ഇൻഡിപെൻഡന്റ് കമ്പോണന്റ് അനാലിസിസ്, ഫാക്ടർ അനാലിസിസ്, ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഫീച്ചറിന്റെ സബ്സെറ്റ് എടുക്കുക. അതായത് x1 x2 എക്സെട്ര xn ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഒരു 3 4 5 ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ള എടുക്കുക. അങ്ങനത്തെയാണ് അതിൽ വരുന്നത്. അതിന്റെ മെത്തേഡ്സ് ഉണ്ട്. ഫിൽട്ടർ ആണ് വില്ലും വരുന്നത്, ലോ വേരിയൻസ് ഫിൽട്ടർ, ഐ കോറിലേഷൻ ഫിൽട്ടർ, ഫീച്ചർ റാങ്കിങ് ആൻഡ് ഫോർവേഡ് സെലക്ഷൻ. വേറെയും കുറെ ടെക്നിക്സ്, ഐസോ മാപ്പിംഗ്, ഇങ്ങനെ പറഞ്ഞ കുറെ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഡയമെൻഷൻ റിഡക്ഷൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫീച്ചർ എക്സ്ട്രാക്ഷൻ 2 തരത്തിലുണ്ട്, മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻസ് സെലക്ട് ചെയ്യും, നമ്മൾ കണ്ടിട്ട് ഡൊമൈൻ നോളജ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്യും. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഒരു ഡീപ് ലേണിംഗ് അല്ലെങ്കിൽ ഷാർപ്പ് എന്നൊക്കെ പറയുന്ന അൽഗോരിതംസ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് എന്താ ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, അതായത് ഓവർ ഫിറ്റിംഗ്. ഓക്കെ, ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്
എന്താ പറയുക, നമ്മുടെ മോഡല് ട്രെയിനിങ് ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഡേറ്റന് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കും. അതായത് ആവശ്യമുള്ളതും നമ്മളെ കൊടുക്കുന്ന ഡേറ്റ ഇതാണെങ്കിൽ അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യം കാണും. ഇത്ര ആവശ്യമുള്ളതാണെങ്കിൽ ബാക്കി ആവശ്യമില്ലാത്തതും കൂടെ എന്ത് ചെയ്യും, അത് പഠിച്ചെടുത്തിട്ട് അത് ട്രെയിനിങ് ഡേറ്റയിൽ മാത്രം ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ ടെസ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ജനറൽ ഡേറ്റയിൽ എന്തായിരിക്കും, ആക്യുറസി കുറവായിരിക്കും. ഓക്കെ, അതായത് മോഡല് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മുടെ മോഡൽ ഭയങ്കര കോംപ്ലക്സ് ആവും. കുറെ നേരം ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരും. അത് കാരണം നമ്മൾ പുതിയ ഒരു കണ്ടിട്ടില്ലാത്ത ഡേറ്റ കാണുമ്പോൾ ഇതുമായിട്ട് മാച്ച് ഇല്ല, സോ ഇത് തെറ്റാണെന്നൊക്കെ പറയും, സാധ്യതയുണ്ട്. അതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ട്രെയിനിങ് ആക്യുറസി ആയിരിക്കും, പക്ഷെ ലോവർ ടെസ്റ്റ് ആക്യുറസി, അതായത് പുവർ ജനറലൈസേഷൻ ആയിരിക്കും. എന്തുകൊണ്ട് വരുന്ന വെച്ചാൽ, ഒന്ന് മോഡൽ ഭയങ്കര കോംപ്ലക്സ് ആകുമ്പോൾ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ വരുമ്പം പിന്നെ ടൂ ലിറ്റിൽ കുറച്ച് ട്രെയിനിങ് ഡേറ്റ മാത്രം കൊടുക്കാം, ഇല്ലെങ്കിൽ ഭയങ്കര ഐട്രേഷൻസ് ഒക്കെ നമ്മൾ കുറെ പ്രാവശ്യം ട്രെയിൻ ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ ഹൈ ഡയമെൻഷൻ എടുക്കും, കുറെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് വരുമ്പം എന്താ പറയാൻ ഓവർ ഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ഇപ്പം അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഉള്ള പാറ്റേൺ, നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റയുടെ പാറ്റേൺ അത് കണ്ടുപിടിക്കാൻ പോലും അതിന് പറ്റത്തില്ല. മറ്റത് ഓവർ ആയിട്ടാണെങ്കിൽ ഇത് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, സോ അത് കാരണം ഇത് ട്രെയിനിങ് ഡേറ്റയിലും ടെസ്റ്റിംഗ് ഡേറ്റയിലും പെർഫോമൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, അത് പഠിക്കുന്ന റിലേഷൻ ടു സിമ്പിൾ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്താ പറയുക അത് നല്ലപോലെ ട്രെയിൻ ചെയ്ത് കാണത്തില്ല. ഇത് ലോ ട്രെയിനിങ് ആക്യുറസി ഫോർ ബോത്ത് ലോ ട്രെയിനിങ് ആക്യുറസിയും ലോ ടെസ്റ്റ് ആക്യുറസി ആയിരിക്കും. ഓക്കെ, ഈ അണ്ടർ ഫിറ്റിംഗ് എപ്പോൾ വെച്ചാൽ ഒന്ന് മോഡൽ ഭയങ്കര സിമ്പിൾ ആകുമ്പോൾ, ഇല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസഫിഷ്യന്റ് ആകുമ്പോൾ, ഇല്ലെങ്കിൽ ഫീച്ചർ സെലക്ഷൻ എന്താ പറയുക പുവർ ആകുമ്പോൾ. അതിന്റെ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നത്, ഇത് നോർമൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഇത് ട്രെയിനിങ് സെറ്റ് ആണ്, ഇത് ടെസ്റ്റിംഗ് സെറ്റ് ആണെങ്കിൽ ട്രെയിനിങ് സെറ്റിൽ നോക്കിയോ, ട്രെയിനിങ് സെറ്റിൽ വാല്യൂ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഭയങ്കര ഗ്യാപ്പ് വരുന്നുണ്ടോ, ഈ ഒരു ഗ്യാപ്പിനാണ് നമ്മൾ നോർമൽ. ഇതെന്ന് പറയുമ്പോൾ ഐഡിയൽ കോംപ്ലക്സ്. ഐഡിയലി നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയും പോകാൻ പാടില്ല, ഇങ്ങനെയും പോകാൻ പാടില്ല. അതാണ് ഈ ഒരു പോയിന്റ് ഐഡിയല്. ഇവിടെ എന്ന് പറയുന്നത് അണ്ടർ ഫിറ്റിംഗ്, എല്ലാം കറക്റ്റ് ആയിട്ട് എന്താ പറയാ ആവശ്യമില്ലാത്ത ലൈക്ക് ഒന്നും പഠിക്കാതെ വരും. അപ്പം ഹൈ ബയാസും ഹൈ വേരിയൻസ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ ബയാസും വേരിയൻസും. ഇവിടെ പോകുമ്പോൾ ലോ ബയാസ് ഹൈ വേരിയൻസ് ആയിരിക്കും. ഇവിടെ ഹൈ ബയാസ് ലോ വേരിയൻസ് ആണെങ്കിൽ ഇവിടെ ഹൈ വേരിയൻസ് ലോ ബയാസ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഐഡിയൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. അതിൽ ഫിഗറിലാണ് അണ്ടർ ഫിറ്റിംഗിൽ ഫിഗർ എങ്ങനെ വരുന്നുണ്ടോ, നമ്മൾ എന്താ പറയാ കുറെ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർ ഫിറ്റിംഗും ഓവർ ഫിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതായത് അണ്ടർ ഫിറ്റിംഗിൽ കുറെ ഡേറ്റ മോഡൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വരയായിരിക്കും, ഇത് ഒന്നിലും ടച്ച് ചെയ്ത് പോകത്തില്ല. ഓവർ ഫിറ്റിംഗ് ആണെങ്കിലോ കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാത്തിലും കൂടെ ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കർവ് ലൈക്ക് എന്താ പറയുക എല്ലാത്തിലും ഏകദേശം ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു കർവാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഒപ്റ്റിമൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൽ പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മോഡൽ ബിഹേവിയറിൽ ഓവർ ഫിറ്റിംഗിൽ നോയ്സ് പഠിക്കും, മറ്റേത് ഉള്ള പാറ്റേൺ പഠിക്കാനേ ഫെയിൽ ആവും. പിന്നെ വരുന്നത് എന്താ പറയാ ടെസ്റ്റ് ആക്യുറസി ഓവർ ഫിറ്റിംഗിൽ കൂടുതലാണ്, മറ്റേത് ലോ ആയിരിക്കും. അല്ല, ട്രെയിൻ ആക്യുറസി ടെസ്റ്റ് ആക്യുറസി രണ്ടിലും കുറവായിരിക്കും. മോഡൽ കോംപ്ലക്സിറ്റി ഓവർ ഫിറ്റിംഗിൽ ഭയങ്കര ഹൈ ആയിരിക്കും, മറ്റേത് ലോ ആയിരിക്കും. ജനറലൈസേഷൻ രണ്ടിലും പൂർ ആയിരിക്കും. കോസ് ഒന്ന് ടു കോംപ്ലക്സ്, ടു മോഡൽ നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആയി, ഒന്നെന്ന് പറയുമ്പോൾ മോഡല് ടു സിമ്പിൾ ആയി പോയത്. ഓക്കെ, ഒപ്റ്റിമം ബാലൻസ് പറയുമ്പം നമ്മുടെ എന്താ പറയുക ഡേറ്റ ലെസ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസിനെ പഠിക്കും, നോയ്സ് പഠിക്കാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഒപ്റ്റിമൽ ബാലൻസ് പറയുന്നത്. അപ്പം അറ്റ് ദിസ് ട്രെയിനിങ് എറർ ലോ ആയിരിക്കും, വാലിഡേഷൻ എറർ ലോ ആയിരിക്കും, ജനറലൈസേഷൻ കൂടുതലായിരിക്കും. സോ ഇതിനാണ് നമ്മൾ ബയാസ് വേരിയൻസ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ബയാസ് എന്ന് പറയുന്നത് ബയാസും വേരിയൻസ് എന്ന് പറയുമ്പോൾ വേരിയൻസ് പറയുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് ആണ് എന്താ പറയുന്നത് നമ്മളെ കണ്ടുപിടിച്ച വാല്യൂ മറ്റേ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് വേരിയൻസ്. ബയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അതിനെ എത്രത്തോളം അഫക്ട് ചെയ്യുന്നു, അതാണ് ബയാസ്. അപ്പൊ അതിന്റെ വാല്യൂസ് വെച്ചിട്ടാണ് ഓവർ ഫിറ്റിംഗ് ആണോ അണ്ടർ ഫിറ്റിംഗ് ആണെന്നൊക്കെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓവർ ഫിറ്റിംഗ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ്ങും വാലിഡേഷൻ ആക്യുറസി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വലിയ ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ ഓവർ ഫിറ്റിംഗ് ആണ്. പിന്നെ കർവ് അനാലിസിസ് ചെയ്യും. ട്രെയിനിങ്ങിന്റെ കർവ് താഴോട്ടും വാലിഡേഷൻ കർവ് മുകളിലോട്ടും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഓവർ ഫിറ്റിംഗ് ആണ്. ക്രോസ് വാലിഡേഷൻ ചെയ്യുമ്പം ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇത് ചെയ്യും. പിന്നെ സഡൻ ഡ്രോപ്പ് പെർഫോമൻസ് ടെസ്റ്റ് ഡേറ്റയിൽ പെട്ടെന്ന് പെർഫോമൻസ് കുറയാണെങ്കിൽ അതും ഓവർ ഫിറ്റ് പറയും. ഓക്കെ, എങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഏർലി സ്റ്റോപ്പ്, നമുക്ക് ഒരു സ്പെസിഫിക് പോർഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. പിന്നെ ട്രെയിനിങ് ഡേറ്റയുടെ അളവ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഫീച്ചർ സെലക്ഷൻ ആവശ്യമുള്ള ഫീച്ചർ എടുത്ത് കളയുക. പിന്നെ റെഗുലറൈസേഷൻ ടെക്നിക്ക് ലൈക്ക് ഒരു സ്റ്റാൻഡർഡൈസ് ഇത് ആക്കുക, അതാണ് ലാസോ റിജിഡ് L1 L2 റെഗുലറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ മോഡൽ കോംപ്ലക്സിറ്റി കുറച്ച് കൊടുക്കുക, ഡേറ്റ ഓഗ്മെന്റേഷൻ, ഡേറ്റിനൊക്കെ കൂട്ടി ചേർത്തിട്ട് എന്താ പറയാൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അണ്ടർ ഫിറ്റിംഗ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ലോ ആക്യുറസി ഓൺ ട്രെയിനിങ് ഡേറ്റയാണ്. ട്രെയിനിങ് ഡേറ്റയിൽ ആക്യുറസി കുറവില്ലെങ്കിൽ എല്ലായിടത്തും ഇറർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ലേണിംഗ് കർവ് ഹൈ ആയിട്ടിരിക്കുകയാണെങ്കിലാണ് നമ്മൾ എന്താ പറയുക അണ്ടർ ഫിറ്റിംഗ് ഡിറ്റക്ട് ചെയ്യുന്നത്. എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് മോഡൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക,
പിന്നെ കൂടുതൽ നേരം പഠിപ്പിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെഗുലറൈസേഷൻ കുറച്ച് കൊടുക്കുക, അതായത് അതിൻ്റെ റെഗുലറൈസേഷൻ വാല്യൂ കുറച്ച് കൊടുക്കുക. ഇതാണ് എന്താ പറയുന്നത് നമ്മുടെ അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ്. ഇതൊരു ഡിഫറൻസസ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പം കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി. ഞാൻ പറഞ്ഞു ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കേഴ്സ് ഓഫ് ഡയമെൻഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുമ്പോൾ, അതായത് ഡയമെൻഷൻസ് കൂടുമ്പം നമ്മുടെ മോഡലിന് പഠിച്ചെടുക്കാൻ പാടാവും, എഫക്റ്റീവ് അതായത് കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പാടാവും. അതാണ് ഡയമെൻഷൻസ് കൂടുമ്പം നമ്പർ ഓഫ് സാമ്പിൾസ് റിപ്പോർട്ടും കൂടും. നമുക്ക് ഓരോ ഡയമെൻഷൻസ് കൂടുമ്പോൾ അതിന് കിട്ടുന്ന ഡേറ്റാ സെറ്റിന്റെ അളവ് കൂടിക്കൂടി ഇരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ 2 ഫീച്ചർ എടുക്കുന്നു 10 വാല്യൂ ഉണ്ട്, 3 ഫീച്ചർ എടുക്കുന്നു 10 വാല്യൂ ഉണ്ട്, 4 ഫീച്ചർ എടുക്കുന്നു 10 വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഓക്കെ ആയിരിക്കും, പക്ഷെ ഇവിടെ വെച്ച് അത് തെയ്യും. അതിനനുസരിച്ച് ഇവിടെ 100 പറഞ്ഞാൽ ഇവിടെ 1000 പറഞ്ഞാൽ അങ്ങനെ പോയാലേ കറക്റ്റ് ആവത്തുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് വരികയാണെങ്കിൽ ഡയമെൻഷൻസ് കൂടുകയാണെങ്കിൽ എന്താ പറയുക, പെർഫോമൻസ് കുറയും. ഡേറ്റ ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ ഓക്കെ, നമ്മുടെ ഫീച്ചർ സ്പേസ് വെരി ലാർജ് ആവും. അതുപോലെ തന്നെ ഡേറ്റ പോയിന്റ് എന്താ പറയാൻ സ്പാർസ് ആവും. അതായത് ഒരുപാട് ഫീച്ചർ ഉണ്ടെങ്കിൽ ചില ഫീച്ചറിനൊന്നും വാല്യൂ ഒന്നും കാണാതെ വരും. അപ്പം മോഡലിന് പാറ്റേൺ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെയാണ് എക്സാമ്പിൾ വരുന്നത്. അതായത് ഒരു ഫീച്ചർ ആണെങ്കിൽ 2 കോമ്പിനേഷൻ പറ്റും, 2 ഫീച്ചർ ആണെങ്കിൽ 4 കോമ്പിനേഷൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 2:2, 3 ഫീച്ചർ ആണെങ്കിൽ 2:3, 8 കോമ്പിനേഷൻസ് വരും. അപ്പോൾ നമുക്ക് പാറ്റേൺ ലേൺ ചെയ്ത K ഫീച്ചേഴ്സ് വരുമ്പോൾ എത്ര ഇതായിരിക്കും, 2:K കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ 1000 ഒക്കെ വരികയാണെങ്കിൽ എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോ ഇത് കാരണം റിക്വയർഡ് ഡേറ്റ കൂടി വരെയാണ്. അല്ലെ കർവ് നോക്കിക്കോ, ഈ കർവ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇത് മോഡൽ പെർഫോമൻസ് ആണ്, ഇത് ഡയമെൻഷൻസ് ആണ്. ആദ്യം കുറച്ച് വരി വില കുഴപ്പമില്ല, പിന്നെ ഡിഗ്രേഡ് ആയി പോകും. ഇതെന്ന് പറയുന്നത് ഒപ്റ്റിമൽ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അത് ഒപ്റ്റിമൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നത് ഇവിടെ വെച്ചായിരിക്കും. ബാക്കിയുള്ളതിലൊക്കെ പെർഫോമൻസ് കുറഞ്ഞു വരും. ആദ്യം ഇനിഷ്യൽ റീജിയനിൽ പെർഫോമൻസ് കൂടും, പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ് കുറച്ച് പോകും. ഓക്കെ, ഇതിന് കാരണം ഓവർ ഫിറ്റിങ്ങും ഡേറ്റ സ്പാർസിറ്റിയും ആണ്. ഈ എഫക്റ്റിനാണ് ഹ്യൂഗ്സ് ഫിനോമിന എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഈ ഡയമെൻഷനാലിറ്റി കേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്ന് എക്സ്പോണൻഷ്യൽ ഡേറ്റ റിക്കവറിമെന്റ്, ഒരുപാട് നമ്മൾ ഫീച്ചർ കൂടുന്നതോളം ഡേറ്റ ഒരുപാട് വേണം, കോംപ്ലക്സിറ്റി കൂടും. മോഡലിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താ പറയുക, കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് കൂടും, ജനറലൈസേഷൻ അൺസീൻ ഡേറ്റ വരുമ്പോൾ ഫെയിൽ ആകും. ഓക്കെ, അതിൽ 2 മെയിൻ ഇതുണ്ട്. ഒന്ന് ഡേറ്റ സ്പാർസിറ്റി എന്ന് പറയും. അതെന്ന് പറയുന്നത് വെച്ചാൽ ഡേറ്റ സ്പാർസിറ്റി എന്ന് പറയുമ്പോൾ ഹൈ ഡയമെൻഷൻ വരുമ്പോൾ, കുറെ ഡയമെൻഷൻ വരുമ്പോൾ നമ്മുടെ ഡേറ്റ എന്താ സ്പ്രെഡ്, അതായത് A1 A2 മാത്രം ഇരുന്നപ്പം ഡേറ്റ എന്താ പറയാ ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറെ ഡേറ്റ ഒരു 5 വാല്യൂസ് വരുമ്പം എന്താവും, ഇങ്ങോട്ട് സ്പ്രെഡ് ആയിരിക്കും. അപ്പൊ ഡേറ്റ സ്പ്രെഡ് ആകും. അപ്പൊ നമുക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാവും. കാരണം എന്തുവാ, നമുക്ക് ഇവിടെ ആണെങ്കിൽ ഈ 2 വേരിയബിൾ മാത്രം വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ഈ 5 വേരിയബിൾ വെച്ച് കൺസിഡർ ചെയ്യുമ്പം കുറെ രീതിയിൽ കോമ്പിനേഷൻസ് വരാം. സോ സ്പ്രെഡ് കൂടും, അപ്പം പോയിന്റ് സ്പാർസ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പാടായിരിക്കും, ഓവർ ഫിറ്റിംഗിൽ ലീഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ 2 ഡേറ്റ പോയിന്റ്സ് നോർമലി അടുത്താണെങ്കിൽ 100 ഡേറ്റ പോയിന്റ്സ് ഒക്കെ 100 പോയിന്റ്സ് ഒക്കെ ആയിട്ട് 100 ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ 100 ഡയമെൻഷൻസ് ഒക്കെ ആണെങ്കിൽ എല്ലാം ഭയങ്കര ദൂരമൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പാടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്തെന്ന് പറയുന്നത്, ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്റ്റൻസ് കോൺസെൻട്രേഷൻ. അതായത് നമ്മുടെ 2 ഡേറ്റ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ പറയാ, ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഒരു ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടും നമ്മൾ 2 ഡേറ്റ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഈക്വൽ ആവും. ഓക്കെ, എല്ലാ പേഴ്സ് 2 എന്നല്ല, എല്ലാ പേഴ്സ് കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് എല്ലാ പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഈക്വൽ ആവും. അപ്പം ഹയർ ഡെഫിനേഷനിൽ എന്ത് പറ്റും, ഡിഫറൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് ആൻഡ് ഫാദർ പോയിന്റ് ഭയങ്കര സ്മോൾ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ബേസ് അൽഗോരിതം ഒക്കെ അതിന്റെ എഫക്റ്റീവ്നെസ് കുറയും. സോ കെ നിയറസ്റ്റ് അല്ലെങ്കിൽ ക്ലസ്റ്ററിംഗ് ഒക്കെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഡിപ്പെൻഡ്. അപ്പം ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയി കഴിഞ്ഞാൽ ഇതങ്ങ് ഫെയിൽ ആയില്ലേ. സോ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല ഏത് അടുത്താണ് ഏത് ദൂരെയാണെന്ന്. അതാണ് ഡിസ്റ്റൻസ് കോൺസെൻട്രേഷൻ പറയുന്നത്. ഓക്കെ, സോ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റീസ് മെയിൻ ഇഷ്യൂസ് 2 ഡേറ്റ സ്പാർസിറ്റി, ഡേറ്റ കോൺസെൻട്രേഷൻ ആണ്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഡയമെൻഷൻ റിഡക്ഷൻ ടെക്നിക്സ് ആയ PC, ഓട്ടോ എൻകോഡേഴ്സ് വെച്ച് ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യുക, ഫീച്ചർ സെലക്ഷൻ ആവശ്യമില്ലാത്ത ഫീച്ചർ റിമൂവ് ചെയ്ത് കളയുക, ഡേറ്റ സെറ്റ് ട്രെയിനിങ് ഡേറ്റയുടെ അളവ് കൂട്ടുക. ഓക്കെ, ഇനി എന്താ പറയാ, ഇതിനെ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കുറയ്ക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 2 ടോപ്പിക് തന്നെ, ഫീച്ചർ സെലക്ഷനും എന്താ പറയുക ഫീച്ചർ എക്സ്ട്രാക്ഷനും. ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ഫീച്ചർ മാത്രം സെലക്ട് ചെയ്യുക, അതാണ് അതിൽ വരുന്നത്. നമ്മൾ ഓരോ ഫീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫീച്ചർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യും, ഏറ്റവും കുറവിനെ റിജക്ട് ചെയ്യും. ഓക്കെ, അതിന് കുറെ ടെക്നിക്സ് ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞാൽ മതി. ലോ വേരിയൻസ് ഫിൽറ്റർ, ഹൈ കോറിലേഷൻ, വേറെ ഒന്നുമില്ല, വേരിയൻസ് കുറവായതിനൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയുക. ഹൈ കോറിലേറ്റ് എന്ന് പറയുമ്പോൾ
ഹയർ കോറിലേറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ റിമൂവ് ചെയ്ത് കളയുക. അതായത് അത് രണ്ട് സിമിലർ ആണെന്നാണ് അർത്ഥം. ഫീച്ചർ റാങ്കിങ് നമ്മൾ റാങ്കിങ് ഇമ്പോർട്ടൻസ് വെച്ച് റാങ്ക് എടുത്തിട്ട് ഹയർ റാങ്കിങ് മാത്രം എടുക്കുക. ഫോർവേഡ് സെലക്ഷൻ നമ്മൾ ആദ്യം ഒരു ഫീച്ചറും സെലക്ട് ചെയ്യില്ല, ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റിലവൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം ആവശ്യമില്ലാതെ ആഡ് ചെയ്യുമ്പോൾ വലിയ റിലവൻസ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കളയുക. ഓക്കെ, ഇത് സിമ്പിൾ ആണ്, ഫാസ്റ്റ് ആണ്, ഓവർ ഫിറ്റിംഗ് കുറയ്ക്കും, അതുപോലെ തന്നെ ഇന്റർപ്രിറ്റബിലിറ്റി കൂട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒറിജിനൽ ഫീച്ചറിനെ ട്രാൻസ്ഫർ ചെയ്ത് പുതിയ ഫീച്ചറിനെ ലോവർ ഡയമെൻഷൻ ഫീച്ചറായിട്ട് മാറ്റുക. ഉള്ള ഫീച്ചറിൽ നിന്ന് ന്യൂ ഫീച്ചർ സെലക്ട് ചെയ്യുക. അത് കോമ്പിനേഷൻ ആവാം, എന്ത് വേണേലും ആവാം. ഓക്കെ, മാക്സിമം ഇൻഫർമേഷൻ ഇത് ചെയ്യുക, അതാണ് ഇത്. അതിൽ കുറേ ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് ചെയ്യുമ്പം ഡേറ്റനെ പ്രിൻസിപ്പൽ കമ്പോണൻസ് ആയിട്ട് ഇത് ചെയ്തിട്ട് അത് വെച്ചിട്ട് അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ്. ആ കമ്പോണൻസ് ആക്കി കണ്ടുപിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന വെച്ചാൽ നമ്മുടെ ഡേറ്റനെ പ്രൊജക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുമ്പം ഹിഡൻ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ലൈക്ക് നമ്മുടെ വേരിയബിളിനെ അഫക്ട് ചെയ്യണോ ഇല്ലയെന്നൊക്കെ നോക്കുക. ഇൻഡിപെൻഡന്റ് കമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ കമ്പോണൻസ് ആണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമില്ല കുറച്ച് പ്രാവശ്യം മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക. ഓക്കെ, ഇത് സ്ട്രോങ് ഡയമെൻഷണൽ റിഡക്ഷൻ ആണ്, റിഡൻഡൻസി കുറയ്ക്കുന്നതാണ്, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. അതിന്റെ ഡിഫറൻസ് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ നമ്പർ ഓഫ് ഡയമെൻഷൻസ് കുറയ്ക്കും, സ്പാർസിറ്റി കുറയ്ക്കും, കമ്പ്യൂട്ടേഷൻ ടൈം കുറയ്ക്കും, അതുപോലെ തന്നെ മോഡൽ പെർഫോമൻസ് കൂട്ടും. സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു മൊഡ്യൂളിലെ മെഷീൻ ലേണിംഗിന്റെ ബേസിക്സ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിന്റെ എന്താ പറയാ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് പോലെ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്സ് കുറച്ച് മാത്തമാറ്റിക്കൽ മോഡൽസും മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ എന്താ പറയുക പ്രീവിയസ് സെമിസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള മാത്സ് പഠിച്ചിട്ടുള്ള സെയിം കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. ഓക്കെ.